സുഹൃത്തുക്കളെ, ഞാൻ സാധാരണ പബ്ലിക്കിൻ്റെ മുന്നിൽ സയൻസ് പറയാറില്ല. സയൻസ് ഇപ്പം മൃദുലൊക്കെ പറയുന്ന പോലെ ഇത് നോക്കി വളരെ കൃത്യമായി പറയേണ്ട ഒരു സാധനമാണല്ലോ. സാമൂഹ്യ വിഷയങ്ങളാകുമ്പോൾ കുറച്ച് തള്ളി മറച്ചാലും ആരും ചോദിക്കില്ല. അപ്പോൾ ആ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് ഇതുവരെ. പിന്നെ നമ്മൾ യൂട്യൂബിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പബ്ലിക് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പം ഇത് ചെയ്യേണ്ടി വരാൻ കാരണം എന്ന് വെച്ചാൽ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന ആ ലോകപ്രശസ്ത പുസ്തകത്തിന് എൻ്റെ ഒരു ചെറിയ പഠനം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പുസ്തകമായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രസാധകരായ HNC പബ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു അധ്യായമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഈ രണ്ടാമത്തെ ഒരു ചാപ്റ്റർ, എൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഏകദേശമൊക്കെ അതൊക്കെ കറക്റ്റായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു സാധാരണ ജീവി എന്നാണ് അദ്ദേഹം മനുഷ്യരെ പറ്റി പറയുന്നത്. അവർ പണ്ട് ഒരു സാധാരണ ജീവി ആയിരുന്നു. പണ്ട് എന്ന് പറയുന്നത് 20 ലക്ഷം വർഷം മുമ്പുള്ള പണ്ടാണ്, ഇന്നലെ മിനിഞ്ഞതൊന്നല്ല. അപ്പം നമുക്ക് അങ്ങനെ സാധാരണ ജീവികളായി മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്തേക്ക് പോകണമെങ്കിൽ 20 ലക്ഷം വർഷം നമ്മൾ യാത്ര പിന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ തൽക്കാലം എവിടെ പോകണം എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ എല്ലാ സ്ഥലത്തേക്കും 20 ലക്ഷം വർഷം മുമ്പ് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ റിഫ്റ്റ് വാലിയിൽ പോകണം. ഈ റിഫ്റ്റ് വാലി എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ഇല്ല, അതിൽ ഇംഗ്ലീഷിൽ എഴുതിയുള്ളത് അവർ ആഫ്രിക്കയിലെ വടക്ക് കിഴക്കുള്ള ചെങ്കടൽ മുതൽ മൊസാംബിക്ക് വരെ നീണ്ടു കിടക്കുന്ന 9600 കിലോമീറ്റർ എന്നാണ് അവർ ഈ റിഫ്റ്റ് വാലിനെ പറയുന്നത്. ഈ റിഫ്റ്റ് വാലിയാണ് മനുഷ്യരാശിയുടെ കളിത്തൊട്ടിൽ. അതായത് മനുഷ്യർ ഉരുവം കൊണ്ട അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായ സ്ഥലം. വിവിധ തരം മനുഷ്യർ അവിടെ ആ പ്രദേശത്ത് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം ഫോസിലുകൾ അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ പണി ആയുധങ്ങൾ, അന്നത്തെ മനുഷ്യർ നിർമ്മിച്ച ആയുധങ്ങൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ റിഫ്റ്റ് വാലിയിൽ നിന്നാണ് അതൊക്കെ കിട്ടിയിട്ടുള്ളത്. അവിടെ ആയിരിക്കും എന്ന് നമ്മൾ കരുതുന്നു. ഈ പ്രസ്താവന വേറൊരു സ്ഥലത്ത് നിന്ന് അത് ഒരു അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അത് കണ്ടെടുക്കുമ്പോൾ ഈ പ്രസ്താവന തെറ്റും. അത് വരെ ഇത് തന്നെയാണ് ശരി. അപ്പോൾ റിഫ്റ്റ് വാലി എന്ന് പറയുമ്പോൾ അതിലൊരു പല പുൽമേടുകൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഈ പുൽമേടുകളിൽ ആണ് അധികം പുൽമേടുകളിൽ നിന്നാണ് അധികം മനുഷ്യരുടെ ഈ ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പേര് നമ്മളിട്ടുള്ളത് ഹോമോസാപ്പിയൻസ് എന്നാണല്ലോ. അപ്പോൾ നമ്മൾക്ക് 3 ലക്ഷം വർഷം മാത്രമേ പഴക്കമുള്ളൂ നമ്മളിപ്പോൾ നോക്കുമ്പോൾ, ഇതുവരെ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള തെളിവുകളനുസരിച്ച്. എങ്കിലും നമ്മുടെ ഛായയിലുള്ള മൃഗങ്ങൾക്ക് 25 ലക്ഷം വർഷം പഴക്കമുണ്ട്. അവരൊക്കെ ആ റിഫ്റ്റ് വാലിയിൽ 25 ലക്ഷം വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അവിടേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കെനിയയിലേക്കോ ടാൻസാനിയയിലേക്കോ ടിക്കറ്റ് എടുത്താൽ നമുക്ക് പോവാം. പക്ഷേ അവിടെ ചെന്നാൽ നമുക്ക് ഒരിക്കലും ആ 25 ലക്ഷം വർഷം പഴക്കമുള്ള മനുഷ്യമൃഗങ്ങളെ ഒന്നും കാണാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മസായി ഗോത്രക്കാരെ കാണാം, അല്ലെങ്കിൽ കിക്കുയു ഗോത്രക്കാരെ കാണാം, അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ഏതെങ്കിലുമൊക്കെ ഗോത്രക്കാരെ കാണാമെന്നല്ലാതെ മറ്റ് 25 ലക്ഷം വർഷം മുമ്പുണ്ടായിരുന്ന എല്ലാ മനുഷ്യമൃഗങ്ങൾക്കും വംശനാശം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അവരെ കാണണമെങ്കിൽ ഭാവനാ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പോകണം. ഒരു 20 ലക്ഷം വർഷം മുമ്പ് നമ്മൾ ഈ ആഫ്രിക്കയിലെ സാവന്നകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ എന്താണ് കാണുക? ഇതന്നെ മനുഷ്യരുടെ ചായയുള്ള ആളുകളെ കാണും. അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നാണ് ഹരാരി പറയുന്നത് വെച്ചാൽ, പ്രത്യേകിച്ചൊരു മാറ്റമില്ല. ഇന്നത്തെ മനുഷ്യരുടെ അതേ പെരുമാറ്റമുള്ള കുറേ മനുഷ്യരെയാണ് നിങ്ങൾ കാണുക. അവരിലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നത് നിങ്ങൾ കാണും. യൗവനയുക്തന്മാരായ മനുഷ്യർ മാതാപിതാക്കളെ ധിക്കരിക്കുന്നത് കാണും. സുന്ദരികളെ ആകർഷിക്കാൻ വേണ്ടി സുന്ദരന്മാർ പല പല പണികളും എടുക്കുന്നത് നിങ്ങൾ കാണും.
അതായത് ആധുനിക മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണും. പക്ഷേ ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ കാട്ടിൽ ജീവിക്കുന്ന കുറേ ആളുകളെയും നമ്മൾ കാണും. നമ്മുടെ ഏകദേശം ഒരു രീതിയിലുള്ള ആളുകൾ, ബബൂണുകൾ, ചിമ്പാൻസികൾ, അവരും ഇതേപോലെ തന്നെ സാമൂഹ്യ ജീവിതം നയിക്കുന്നത് നമ്മൾ കാണും. നമുക്ക് മാത്രമായി ഒരു പ്രത്യേകതയും കാണാൻ കഴിയില്ല എന്നാണ് ഹരാരി പറയുന്നത്. ഒരു പ്രത്യേകതയുമില്ലാത്ത മറ്റു ജീവികളിൽ ഒന്നു മാത്രമായിരുന്നു മനുഷ്യൻ. പിന്നെ അദ്ദേഹം എഴുതുന്ന വാചകം എന്ന് പറയാൻ കുറച്ചുകൂടി രസകരമായിട്ടാണ് എഴുതുന്നത്. അവൻ്റെ പിൻഗാമികൾ ചന്ദ്രനിൽ നടക്കുമെന്നോ അണുവിൻ്റെ ഹൃദയം പിളർക്കുമെന്നോ ജീനുകളെ തുരന്നു നോക്കി പഠിക്കുമെന്നോ ചരിത്രം എഴുതുമെന്നോ ഊഹിക്കാൻ പോലും പാങ്ങില്ലാത്ത ഒരു സാധാരണ ഒരു ജീവിയായിരുന്നു മനുഷ്യൻ എന്നാണ് പുള്ളി പറയുന്നത്. ഒരു അപ്രധാന ജീവി, ഒരു ഗറില്ലയ്ക്കോ ഒരു ചിമ്പാൻസിക്കോ ഒരു കൊതുകിനോ ചെയ്യാൻ കഴിയുന്നതിൽ അധികം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാധാരണ ജീവിയായിരുന്നു മനുഷ്യൻ എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം അടുത്ത സെക്ഷനായിട്ട് പുള്ളി പറയുന്നത് ഈ സ്പീഷീസുകളെ പറ്റിയാണ്. ഇത് എൻട്രി ലെവലിലുള്ള ആളുകൾക്കുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരു സയൻസ് എപ്പോഴും സംസാരിക്കുന്ന ആളുകൾക്ക് അത്, അല്ലെങ്കിൽ പറയുന്ന യുക്തിവാദികൾക്കൊന്നും അത്ര പ്രാധാന്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സ്പീഷീസുകളെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. ജീവശാസ്ത്രജ്ഞന്മാർ ജീവികളെ വിവിധങ്ങളായ സ്പീഷീസുകളായി തിരിച്ചിരിക്കുന്നു. അതിന് സ്പീഷീസുകളെ എങ്ങനെയാണ് ഒരു സ്പീഷീസ് എന്ന് നമ്മൾ പറയുന്നത്? ജീവികൾ പരസ്പരം ഇണചേർന്ന് കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സ്പീഷീസാണ് എന്നാണ് പറയുന്നത്. പുണർന്ന് പെറുന്നത് ഒരിനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രയോഗമാണ്. പുണർന്ന് പെറുന്നത് ഒരിനം. ഇതന്നെയാണ് ഈ പറയുന്ന സംഭവം. അദ്ദേഹം ആക്ച്വലി ജീവശാസ്ത്രം പഠിച്ചിട്ടൊന്നും പറഞ്ഞതല്ല. അദ്ദേഹത്തിന് അത് പറയേണ്ട ഒരു പൊളിറ്റിക്കൽ ആവശ്യമുണ്ടായിരുന്നു. കാരണം എല്ലാവരും തമ്മിൽ കണ്ടുകൂടാത്തവരായും തൊട്ടുകൂടാത്തവരായും അവരൊക്കെ അന്യായമായിട്ട് അകറ്റി നിർത്തിയിരുന്നൊരു ജാതി വ്യവസ്ഥയ്ക്കെതിരെ പറഞ്ഞാണ് അദ്ദേഹം. അതിനാൾ കൃത്യമായിട്ട് പറഞ്ഞാണ് പുണർന്ന് പെറുന്നതൊക്കെ ഒരിനമാണ് എന്ന് പറഞ്ഞത്. ഒരൊറ്റ ടൈപ്പുള്ള ആണും പെണ്ണും ഏത് ജീവിവർഗത്തിലും ഇണചേരുന്നുണ്ടെങ്കിൽ അത് ഒരു ഇനമാണ്, നിങ്ങളതിൽ പിന്നെ ജാതി തിരയരുത് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. പക്ഷേ ആൾക്കാർക്ക് അതൊന്നും അത്ര വേഗം മനസ്സിലാവുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതിപ്പോൾ സയൻസ് ഇങ്ങനെ പറയുന്നുണ്ടോയെന്നും നോക്കിയിട്ടല്ല ശ്രീനാരായണ ഗുരു പറയുന്നത്. അന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം തന്നെ മൃദുൽ പറഞ്ഞതുപോലെ ധാർമ്മികമായി ശരിയായ കാര്യം പറയണമെങ്കിൽ സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മനുഷ്യർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ, ധാർമ്മികമായി ജീവിച്ചു തീർക്കാൻ പറ്റാവുന്ന തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സയൻസ് എന്ത് പറയുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ്. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ശരിയാവുകയും ചെയ്തു. അദ്ദേഹം നോക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ജാതികൾ തമ്മിൽ ഹെയ്റ്റ്, ദൈവങ്ങൾ തമ്മിൽ ഹെയ്റ്റ്, അങ്ങനെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു ധർമ്മത്തെ പൊളിച്ചെടുക്കാനാണ് അദ്ദേഹം ഈ വാക്കുകൾ ഉന്നയിച്ചത്. പുണർന്നു പേറുന്നത് ഒരിനം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന രീതി പുള്ളി കോയിൻ ചെയ്തെടുത്തത്. ഇനി സ്പീഷീസിൽ നമ്മൾ പറഞ്ഞു ഓരോ ജീവി സ്പീഷീസ് ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പുണരണം, പെറണം, ഒരു ക്ലോസും കൂടി അതിലുണ്ട്. ഈ ഉണ്ടായ കുട്ടിക്ക് പ്രത്യുൽപാദിപ്പിക്കാൻ കഴിയണം അതേ കുട്ടീനെ, അതേ ഇതിനെ, എങ്കിൽ മാത്രമേ ആവുള്ളൂ. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആൺകുതിരയും പെൺകുതിരയും തമ്മിൽ ഇണചേർന്നാൽ ഗർഭമുണ്ടാവും, പുതിയ കുതിരയുടെ ഒരു ഫാമിലി ഉണ്ടാവും. ആൺകഴുതയും പെൺകഴുതയും ചേർന്നാലും കഴുത ഫാമിലി ഉണ്ടാകും. എന്നാൽ കുതിരയും കഴുതയും കൂടി ഇണചേർന്നാൽ അപ്പോഴും കുട്ടികളുണ്ടാവും. അതിന് പറയാൻ നമ്മൾ കോവർ കഴുത എന്നാണല്ലോ. ഈ കോവർ കഴുതയുടെ പ്രത്യേകത അതിന് പ്രത്യുൽപാദന ശേഷിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കോവർ കഴുതകൾ തമ്മിൽ ഇണചേർന്നാൽ പോലും അവയ്ക്ക് കുട്ടികളുണ്ടാവാത്തത് കൊണ്ട് കോവർ കഴുതയെ സ്പീഷീസ് എന്ന് പറയില്ല.
സ്പീഷീസ് ആവണമെങ്കിൽ പുണരണം, പെറണം, ഉണ്ടായ കുട്ടികൾക്ക് വീണ്ടും പ്രത്യുൽപാദന ശേഷി ഉണ്ടാകണം. അതിന് മാത്രമാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കോവർക്കഴുത ഒരു സ്പീഷീസ് അല്ല. അതുപോലെ ചില നായ്ക്കളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര വ്യത്യാസമുള്ള നായ്ക്കളാണെന്ന് തോന്നും. പക്ഷെ അത് ഒരേ സ്പീഷീസ് ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് നായ്ക്കളും തമ്മിൽ ഇണചേർന്ന് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. അതിൽ ഒരു ഉദാഹരണം പറയുന്നത് സ്പാനിയലും ബുൾഡോഗും. കണ്ട ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം രണ്ട് ജീവിയാന്ന് തോന്നും. പക്ഷേ ഇവ ഒറ്റ സ്പീഷീസാണ് എന്നുള്ളതാണ് സത്യം. കുതിരയെ നമ്മൾ നോക്കുന്നു, കഴുതയെ നമ്മൾ കാണുന്നു. ഇവരൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും ഈ കുതിരയും കഴുതയും ഒക്കെ തമ്മിൽ എന്തോ ഒരു എന്താ പറയുക ബന്ധം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ അർത്ഥം ഈ സ്പീഷീസുകൾക്ക് രണ്ട് കൂട്ടർക്കും ഒരു പൊതുവായ ഒരു പൂർവിക അല്ലെങ്കിൽ ഒരു പൊതുവായ പൂർവികൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ സിംഹം, കടുവ, പുലി, ജാഗ്വർ ഇതൊക്കെ വെവ്വേറെ സ്പീഷീസുകളാണ്. പക്ഷേ ഇവരൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ട്. അതിൻ്റെ കാരണം ഇവരെല്ലാവരും വന്നിട്ടുള്ളത് ഒരു പൊതുപൂർവികനിൽ നിന്നോ ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഈ പൊതുപൂർവിക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ജനുസ് എന്ന് പറയുന്നത്. ആ തറവാടിനാണ് ജനുസ് എന്ന് പറയുക. അപ്പോൾ സിംഹവും കടുവയും പുലിയൊക്കെ ഉള്ള ഒരു ജനുസിനെ മൊത്തത്തിൽ പറയുക പാന്തേര എന്നാണ്. സിംഹത്തിൻ്റെ എന്താ പറയുക സ്പീഷീസ് ലിയോ ആണ്. അപ്പോൾ പാന്തേര ലിയോ എന്നാണ് അവിടെ പറയുക. അപ്പോൾ നമ്മൾ ഓരോ പേരുകളിടുന്നു, അതായത് സ്പീഷീസിനെ കണ്ടുപിടിക്കുന്നു, ആ സ്പീഷീസ് ചേർച്ചുള്ളതിനൊക്കെ കൂട്ടിച്ചേർത്ത് അവരെ നമ്മളൊരു ജനുസാക്കി മാറ്റുന്നു, എന്നിട്ട് അതിനൊരു പേരിടുന്നു. ഇതിലൊരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഉള്ള ഇത്തരം ജീവജാലങ്ങളെ മുഴുവൻ വേർതിരിച്ചറിയേണ്ടത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. ജീവികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഓരോരോ പേരിട്ട് വിളിക്കുന്നു എന്നല്ലാതെ വേറൊന്നും ഇതിലില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് താത്വികമായി ഒന്നും അതിലില്ല. നമ്മൾ ഈ ഒറ്റ കാര്യം കൊണ്ടാണ് അത് ചെയ്യുന്നത്. സിംഹത്തിന് സിംഹം എന്ന പേരിട്ടതിന് ശേഷം നമ്മളതിൻ്റെ തറവാടും ജാതിയും ചേർത്ത് വിളിക്കുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു പാന്തേര ലിയോ എന്ന് പറയുന്നു. ഇതുപോലെ നമ്മൾ ഒരു ഇരട്ട പേരിട്ടാലേ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മൾ ആനയ്ക്കൊക്കെ അങ്ങനെ ഒരു പേരിടും. തെച്ചിക്കാട്ട് രാമചന്ദ്രൻ, പിന്നെ എന്താ പറയുക തൃക്കടവൂർ ശിവരാജു, ചിറക്കൽ കാളിദാസൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതുപോലെ ഈ ജനുസുകൾ കൂടി ചേർന്നാലും, ഇപ്പോൾ ജനുസ് എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായ സ്പീഷീസുകൾ പെടുന്നതാണ്. ആ സ്പീഷീസുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളവരെ ഫാമിലി എന്ന് പറയും. അപ്പോൾ അത്ര വിപുലമായ ഒരു തരംതിരിവ് അവിടെ വന്നു. ഫാമിലി എന്ന് സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ഇതിൽ പറയുന്നത് വെച്ചാൽ ഫാമിലി എന്ന് പറഞ്ഞാൽ മാഫിയ ഗാങ്ങുകളെയാണ് പറയാം ഫാമിലി. അങ്ങനെയാണ്. കോർലിയോൺ ഫാമിലിയാണ് മറ്റേ സിനിമ അല്ലേ, ഗോഡ് ഫാദർ സിനിമ എന്ന് പറയാം, ഫാമിലി എന്ന് പറയാം അവർ. അതുപോലെ ഇവിടെ നമ്മൾ സയൻസിൽ ഈ ഫാമിലി എന്ന് പറയുമ്പോൾ, ജീവശാസ്ത്രത്തിൽ പറയുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള ഒരേ പൊതുപൂർവിക ഉള്ള ഒരുപാട് സ്പീഷീസുകൾ ഒരുമിച്ച് ചേർത്ത് പറയുന്ന ഒരു പേരാണ് ഈ ഫാമിലി. അതിൻ്റെ നമ്മളിപ്പോൾ പൂച്ചയുടെയും സിംഹത്തിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയാണ് നിങ്ങളൊരു ഫാമിലിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്കും കാട്ടിലെ രാജാവായി നമ്മൾ സങ്കല്പിക്കുന്ന സിംഹത്തിനും 2.5 കോടി വർഷം മുമ്പ് ഒരു പൂർവികൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. പക്ഷേ ഈ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. കുറുക്കനും നായയും ചെന്നായയും ഇതുപോലെ ഒരു ഫാമിലിയാണ്. ആനയെ പോലെയുള്ള കുറേ ജീവികളെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. ആന, മാമോത്ത്, മസ്റ്റഡോൺസ്, ഇതൊക്കെ വമ്പൻ സാധനങ്ങളൊക്കെ ഒരു ഫാമിലിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. നമുക്കും ഇതുപോലെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ പേര് നമുക്കതിലേക്ക് പിന്നെ വരാം. എന്തായാലും നമ്മുടെ സ്പീഷീസിൻ്റെ പേര് നമുക്കറിയാം, സാപ്പിയൻസ് ആണ്. നമ്മുടെ ജനുസിൻ്റെ പേര്, അതായത് സാപ്പിയൻസ്
എന്ന് നമ്മുടെ സ്പീഷീസ് ആണെങ്കിൽ അതുപോലത്തെ കുറേ മനുഷ്യന്മാർ മുമ്പ് കുറേ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ആ സ്പീഷീസുകളൊക്കെ ചേർത്തിട്ട് നമുക്കൊരു ജനുസ് ഉണ്ട്. ആ ജനുസിൻ്റെ പേരാണ് ഹോമോ. അതാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഹോമോ എന്നാൽ മനുഷ്യൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവെന്നാണ്. അത് നമ്മൾ തന്നെ വിശേഷിപ്പിക്കണം, ബുദ്ധിയുള്ള ആളുകളാണ് നമ്മളെന്ന് പറയാം. അതിപ്പോൾ എല്ലാ മനുഷ്യരും പേര് സാപ്പിയൻസ് തന്നെയാണ്. എല്ലാവർക്കും ബുദ്ധിയുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആരും ഒബ്ജക്ഷൻ വരില്ലല്ലോ. അപ്പോൾ ഹോമോ സാപ്പിയൻസ്, മനുഷ്യരിലെ ബുദ്ധിയുള്ള വംശം നമ്മളാണ്. ഇതാണ് സംഭവം. ഇനി സാപ്യന്മാരിൽ തന്നെ ഈ ഹോമോസാപ്പിയൻ മാത്രമല്ലാതെ വംശനാശം വന്നുപോയ കുറേ സാപ്പിയൻസ് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഹോമിയോസാപ്പിയൻസ് ഇഡാൾട്ടു, ഹോമോസാപ്പിയൻസ് നിയാണ്ടർതാലസിസ്, ഇതൊന്നും ഇപ്പോഴില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ മാത്രം അവരിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ സാപ്പിയൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ശരിക്കും നമ്മുടെ പേര് സാപ്പിയൻസ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ തന്നെ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു കാലത്തിട്ടാണ്. ഇപ്പോൾ ശ്രീ രവിശങ്കരൻ എന്ന സ്വാമിക്ക് ഒരു സ്ത്രീ പോരാൻ തോന്നി, അപ്പോൾ അവൾ ഒരു സ്ത്രീ കൂടി ഇട്ടില്ലേ. അതുപോലെ നമ്മളിട്ടു സാപ്പിയൻസ് എന്നിട്ടു. വേറെ സാപ്പിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് സാപ്പിയൻസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊരൊറ്റ ജാതിയാണ്. അമേരിക്കൻ വൻകരയിലെ റെഡ് ഇന്ത്യൻസ് ആയാലും, ആൻഡമാനിലെ ഓങ്കെ ഗോത്രമായാലും, ആസ്ട്രേലിയയിലെ അബോർജിൻസ് ആയാലും, അലാസ്കയിലെ എസ്കിമോകൾ ആയാലും, ബ്രാഹ്മണനായാലും പറയനായാലും പുലയനായാലും ഈഴവനായാലും ഒരൊറ്റ ജാതിയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ അതും മാത്രം കളഞ്ഞ് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത് ആവശ്യമാണ്. ഈ ഒരൊറ്റ ജാതിയുടെ കാര്യം ശ്രീനാരായണ ഗുരു പറയുന്ന കാലത്ത് ജീവശാസ്ത്രത്തിന് അതിന് തെളിവ് കൊടുക്കാൻ വളരെയധികം പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ 1930-കൾക്ക് ശേഷം ജനിതക ശാസ്ത്രം മുന്നോട്ട് പോയി. ഇന്ന് ഒരാൾക്കും, എനിക്ക് തോന്നുന്നത് ആകെ സംശയം ഉണ്ടാവുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവാം, ബാക്കി ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ കുറേ ജാതികൾ പറഞ്ഞു, നമ്മൾ കുറേ സ്പീഷീസുകളാണ് എന്ന് പറഞ്ഞു. സ്പീഷീസുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഹോമോജെനസ് ഉണ്ട്. അപ്പോൾ നമുക്കും ഉണ്ടാവില്ലേ ഒരു ഫാമിലി, എല്ലാവരും ചേർത്തിട്ടുള്ള ഒരു കുടുംബ സമ്മേളനം നടത്താവുന്ന ഒരു ഫാമിലിയൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമുക്കത് പറയാൻ ഇഷ്ടമില്ല, നമുക്ക് അതിനൊരു ലേശം നാണക്കേടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഫാമിലിയിലുള്ള ആളുകളൊക്കെ മൃഗങ്ങളുടെ ഛായയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് പറയാൻ താല്പര്യമില്ല. കാരണം ഫാമിലിയിലുള്ള ആളുകൾ ആരാന്ന് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ചിമ്പാൻസി, ബൊണാബോ, ഗൊറില്ല, ഒറാങ് ഉട്ടാങ്, മൊത്തം ആൾക്കുരങ്ങന്മാർ. അപ്പോൾ യുവാൽ ഹരാരി പറയുന്നത് ഈ നിന്ദ്യമായ വസ്തുത ചരിത്രത്തിലെ ഏറ്റവും സൂക്ഷ്മമായി സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ്. നാണക്കേടുകൊണ്ടാണ്, വേറൊന്നുമില്ല. നമ്മൾ മൃഗങ്ങളല്ല എന്ന് മനുഷ്യർ സ്വയം സങ്കല്പിച്ചു. നമ്മൾ വസ്ത്രം അഴിച്ചു മാറ്റിയാൽ നമ്മുടെ മൃഗരൂപം ശരിക്ക് പുറത്തു വരും. അതുകൊണ്ട് ആ രൂപം കണ്ട് നാണം കെടാതിരിക്കാനാണ് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത്. ശരീരം മൊത്തം തുണി കൊണ്ട് മൂടുക, അതിൻ്റെ ഗുണം മനുഷ്യർക്ക് കിട്ടി, അതിൻ്റെ ദോഷം പ്രകൃതിക്കും കിട്ടി. എന്താ അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ വിചാരിച്ചാൽ, മനുഷ്യർ ശരീരം എന്ന് തുണി കൊണ്ട് മൂടാൻ തുടങ്ങി അന്നു മുതൽ അവന് പ്രകൃതിയെ നശിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായി എന്നുള്ളതാണ്. അവൻ അല്പവസ്ത്രവുമായി നടക്കുന്ന കാലത്ത്, നമ്മൾ പറഞ്ഞില്ല 20 ലക്ഷം വർഷം മുമ്പ് നമ്മൾ റിഫ്റ്റ് വാലിയിലേക്കൊക്കെ പോയ കാലത്ത്, പോകുകയാണെങ്കിൽ അവിടെ കണ്ടിരുന്ന കാലത്ത് വിവിധ മൃഗങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു നമ്മൾ. പ്രകൃതിയെ നമ്മൾ ഭയന്നു, ഒരു അലമ്പിനും നമ്മളന്ന് പോയില്ല, അതിന് ഒതുങ്ങിക്കഴിഞ്ഞു. വസ്ത്രധാരണത്തിന് ശേഷമാണ് നമ്മുടെ രീതികൾ മൊത്തം മാറുന്നത്. ആദ്യം അവൻ്റെ കുടുംബത്തെ തള്ളി പറഞ്ഞു, അത് ഫാമിലി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ മൃഗകുടുംബമാണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അവരിൽ പലർക്കും കുരങ്ങിൻ്റെ ഛായയാണ്, നമ്മളതിനേക്കാളും ഭയങ്കരമാണ്. അപ്പം നമ്മുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 40,000 വർഷം മുമ്പെങ്കിലും നമ്മൾ ഈ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഭംഗിയുള്ളവനെ കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം, അത് ഇപ്പോഴുള്ളതല്ല, മുമ്പേ ഉള്ളതാണ്. മൃഗകുടുംബത്തിൽ നിന്നും മാറി
സ്വയം വേറൊരു അന്തസ്സുള്ള ഒരു തറവാട്ടിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. മനസ്സിലായി? അതാണ് ഉണ്ടായത്. ഏത് നമ്മുടെ ആ ഷൂട്ടിങ്ങൊക്കെ നടക്കണ മനയൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വീടെന്നൊക്കെ പറയുന്ന പോലെ. സ്ഥിരം ഒരു ഷൂട്ടിങ് കിടക്കുന്ന ഒരു മനുണ്ടല്ലോ, മറ്റേ എന്താണ് വാരിക്കാശ്ശേരി മന, അതുപോലത്തെ മന. അതാണ് നമ്മുടെ തറവാട്. അവൻ്റെ ചുറ്റുപാടുള്ളത് മൃഗങ്ങളാണ്. അതിൽ ആരും നമ്മുടെ സഹോദരന്മാരല്ല, ബന്ധുക്കളല്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു, വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഇഷ്ടപ്പെട്ടു. സത്യം അംഗീകരിക്കാൻ നമുക്ക് പണ്ടും വിമുഖത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ സത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സത്യം നമ്മുടെ എന്താ പറയുക ചിന്തകളിലും സങ്കല്പങ്ങളിലും അല്ലെങ്കിൽ ഇഷ്ടങ്ങളിലും പീലി വിടർത്തിയാടുന്ന ഒരു സംഭവമേ അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും യാഥാർത്ഥ്യമാണ്. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഫാമിലി മൃഗങ്ങളുമായി ബന്ധമില്ലാത്തതല്ല, അതാണ് സത്യം. നമ്മുടെ ഫാമിലിയുടെ പേര് കുരങ്ങ് എന്ന് തന്നെയാണ്. വെറും കുരങ്ങന്മാരല്ല, ബഹളക്കാരായ ഗ്രേറ്റ് ആപ്സ്, മഹാന്മാരായ കുരങ്ങുകൾ എന്നാണ് നമ്മുടെ ഫാമിലിയുടെ പേര്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചിമ്പാൻസികളും ബൊണോബകളുമാണ്. അത് കഴിഞ്ഞാലാണ് ഗൊറില്ലകളും ഒറാങ് ഉട്ടാൻസൊക്കെ വരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ ഒരു ഫാമിലി ആയിരുന്നു എന്ന് വെച്ച് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യരുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറയുന്നത്, മനുഷ്യരുടെ ഏറ്റവും അടുത്ത ആൾ ചിമ്പാൻസിയാണ് എന്ന് നമ്മളിപ്പോൾ യുക്തിവാദികളോട് ആരോടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും പൂർവികർ, മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും ബൊണോബകളുടെയും പൂർവികർ, മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും ബൊണോബകളുടെയും ഗൊറില്ലകളുടെയും ഒറാങ് ഉട്ടാനുകളുടെയും പൂർവികർ ഇവർ ആരാണ്? ഈ പൂർവികർ ആരാണ് എന്നന്വേഷിച്ച് പോയാൽ ഇവരുടെ എല്ലാം പൂർവികരായിരുന്നു ഈ ബഹളക്കാരായ കുരങ്ങന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പൂർവികർ എന്ന് പറയുന്നത് അവർ ഇപ്പോഴുള്ളൊരു സംഭവമല്ല. 1,40,00,000 വർഷമാണ് നമ്മൾ ഈ ബഹളക്കാരായ കുരങ്ങന്മാരെ കാണുന്നത്. അന്ന് നമുക്കൊന്നും പായിട്ടിട്ടില്ല. മനുഷ്യരും ചിമ്പാൻസികളും ഗൊറില്ലകളും ഒറാങ്ങുട്ടാനുകളൊക്കെ ഈ ടീമിൽ നിന്ന് പിന്നീട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. DNA നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 98% ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചിമ്പാൻസി തന്നെയാണ്. 65 ലക്ഷം വർഷം മുമ്പ് ചിമ്പാൻസി മനുഷ്യൻ എന്ന സംഭവം ഇല്ല. ചിമ്പാൻസി 2 വ്യത്യസ്ത മൃഗങ്ങളായിരുന്നില്ല. അവർ 2 പേരുടെയും സാദൃശ്യമുള്ള ഒരു പൊതുപൂർവിക അല്ലെങ്കിൽ പൊതുപൂർവികനാണ് ഉണ്ടായിരുന്നത്. ആ പൊതുപൂർവികയിൽ വന്ന ഒരു ആക്സിഡൻ്റൽ ആയി വന്ന ഒരു ഉൾപരിവർത്തനം, അതാണ് മനുഷ്യരെയും ചിമ്പാൻസികളെയും ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ പറയുകയാണ്, നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ 60 ലക്ഷം വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജാതിയായ സാപ്പിയൻസ് അന്നില്ല. നമുക്കൊക്കെ 4 വർഷം, നമ്മൾ 3 വർഷത്തെ കഥയെ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് പായടാത്ത കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം വിശദീകരിക്കാൻ ഹരരി എന്താ പറയുക, വളരെ പോയറ്റിക്കായ ഒരു ഭാഷ, കുറച്ച് സറ്റേറിക്കലായുള്ള ഒരു ഭാഷയാണ് പ്രയോഗിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതുന്നത്: വെറും 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുരങ്ങന് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിലൊരു പെണ്ണ് എല്ലാ ചിമ്പാൻസികളുടെയും പൂർവികയായി, മറ്റൊന്ന് നമ്മുടെ സ്വന്തം മുത്തശ്ശിയായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതൊരു സാഹിത്യ ഭാഷയാണ് അദ്ദേഹം ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ പല സയൻറ്റിഫിക്കായി പല കാര്യങ്ങളും ആൾ പറയുന്നതിൽ ഏകദേശം മാത്രമായിരിക്കും ശരി. സൂക്ഷ്മമായ ഒരു സയൻസ്, കുറച്ച് കൃത്യമായിട്ടുള്ള ചിലപ്പോൾ ഒരു കാലം 60 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ 65 ലക്ഷം ആയിരിക്കും. 20 ലക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 22 ലക്ഷമൊക്കെ ഉണ്ടായിരിക്കുക. കാരണം അദ്ദേഹം എഴുതുന്നത്, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിശാലമായ വായനയിൽ നിന്നും അദ്ദേഹം എഴുതുന്നു. അദ്ദേഹം സയൻസ് അല്ല കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഏകദേശ ചിത്രമാണ് സയൻസിൻ്റെ പല കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അതേ ഒരു പെൺകുരങ്ങ് 2 കുട്ടികളെ പെറ്റിട്ടു, അപ്പോൾ അതിലൊന്ന് ചിമ്പാൻസിയായി, ഒന്ന് മനുഷ്യക്കുട്ടിയായി എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. ആ സെൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് പൊതുവേ ഒരു ഹാസ്യം പുള്ളിയുടെ എഴുത്തുകൾക്കുണ്ട്. അതാണ് ആ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ചില
ജനിതക ശാസ്ത്രജ്ഞന്മാർ ഇത് വായിച്ചിട്ട് ഹരാരി പറഞ്ഞത് എത്രമാത്രം തെറ്റാണ്. ഒരു പെൺകുരങ്ങ് പ്രസവിച്ചിട്ട് ഒരാൾ ചിമ്പാൻസി, ഒരാൾ മനുഷ്യൻ. എന്തൊരു തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിമർശിക്കുക ഞാൻ കേട്ടതാണ്, അവിടെ ഞാൻ പറഞ്ഞത്. എന്തായാലും നമ്മുടെ പൊതുമാതാവ് ഒരു ബഹളക്കാരിയായ പെൺകുരങ്ങാണെന്ന് പറയാൻ നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെങ്കിൽ ഭയങ്കരം. അതുകൊണ്ട് നമ്മൾ ആ സത്യം ഇതുവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനേക്കാളും മറ്റൊരു രഹസ്യം, വലുതൊന്നല്ല, അതേപോലുള്ള ഒരു രഹസ്യം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളെപ്പോലുള്ള കുറേ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഹോമോ സാപ്പിയൻസിനെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ കുറച്ച് സാപ്പിയൻസ് സഹോദരന്മാർ ആയിട്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മനുഷ്യൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നത് ഹോമോജനസിൽപ്പെട്ട ഒരു മൃഗം, ഇത്ര മതി. ആ ജനസിൽ ഹോമോസാപ്പിയൻസ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. നമ്മുടെ ചായയുള്ള, നല്ല ഭംഗിയുള്ള, നല്ല കണ്ടാൽ ഇപ്പോഴും കണ്ടാലൊക്കെ നല്ല സുന്ദരന്മാരായിരുന്ന നിയാണ്ടർതാൽസ് പോലുള്ള ആളുകളുണ്ടായിരുന്നു. പല വിഭാഗം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇത് പരമരഹസ്യമായി നമ്മൾ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ അതിപ്പോൾ പരസ്യമായിരിക്കും. അതുകൊണ്ട് യുവാൽ ഹരാരി പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ് ഉപയോഗിക്കുന്നത്. 10,000 വർഷം മുമ്പുണ്ടായിരുന്ന എല്ലാ സഹോദരന്മാരെ ചേർത്താണ് അദ്ദേഹം ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരൊറ്റ സ്പീഷീസിനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് വേറെ ആൾക്കാരൊന്നുമില്ല, എല്ലാവരും നമ്മൾ ഏകദേശം ആക്കിയിട്ടുണ്ട്. ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളൊക്കെ വംശനാശം വന്നു കഴിഞ്ഞു. നമ്മുടെ കൈക്രിയ കൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ സഹോദരന്മാർ ചത്തുപോയി എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. അത് നമ്മളായിട്ട് കൊന്നൊടുക്കിയതാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. അതിപ്പോഴും പരിപൂർണമായിട്ട് തീരുമാനമായിട്ടില്ലാത്ത ഗവേഷകർ തമ്മിൽ നടക്കുന്ന തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഫൈനലാവും അടുത്തതിനെ നമ്മൾ വിചാരിക്കാം. അപ്പോൾ എവിടെ നിന്നാണ് പെൺകുരങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷം എങ്ങനെയാണ് മനുഷ്യൻ്റെ ചായൽ കുരങ്ങ് മാറിയിട്ട് വേറൊരു മനുഷ്യൻ്റെ, അതായത് 2 കാലിൽ നടക്കുന്ന ഒരു പൊസിഷനിലേക്ക് വന്ന കുറേ ജീവികളുണ്ട്. അവരാണ് നമ്മളുടെ ഏറ്റവും അടുത്ത പൊതുപൂർവിക എന്നാണ് നമ്മൾ മനുഷ്യർ കണ്ടെത്തിയുള്ളത്. ഈ ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്ന ഒരു ആൾക്കുരങ്ങിനെ പറ്റി, അല്ല ഒരു മനുഷ്യക്കുരങ്ങിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ പൂർവികയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൂസി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ 74 ശാസ്ത്രജ്ഞർക്ക്, പുരാവസ്തുശാസ്ത്രജ്ഞർക്ക് എത്യോപ്യയിൽ നിന്ന് കിട്ടിയ ഈ ഫോസിലാണ് ഈ ലൂസിയുടേത്. അവരെ പരിശോധിച്ചപ്പോൾ 32 ലക്ഷം വർഷമാണ് അവർക്ക് പ്രായം. മസ്തിഷ്കത്തിന് ശരിക്കും കുരങ്ങിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, 400-500 cc ഉള്ളൂ, കുരങ്ങിൻ്റെ ആണ്. പക്ഷേ 2 കാലിൽ നടക്കുന്ന മനുഷ്യക്കുരങ്ങ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? 400-500 cc മാത്രം തലച്ചോറുള്ള കാലത്തും നമ്മളുടെ ജീവികൾ നിവർന്ന് നടക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഫോസിൽ കാണാൻ ഇവിടെ പോയപ്പോൾ, കെനിയയിൽ പോയപ്പോൾ, അതിൻ്റെ പലതും ഒറിജിനൽ അവിടെ ഉണ്ട്. എത്യോപ്യയിലുള്ള ചില സാധനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൂസിയുടെ കൃത്യം വേറൊരു രൂപം ഞാൻ നേരിട്ട് കാണേണ്ടായി. പക്ഷെ വേറെ പല അവിടെ നിന്ന് കിട്ടിയ, കെനിയയിൽ നിന്ന് കിട്ടിയതൊക്കെ ഇപ്പോഴും കെനിയയിൽ തന്നെയാണ്, അവിടെ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത്രയധികം ആൾക്കാരൊന്നും വരാത്ത സാധാരണ മ്യൂസിയമാണ്. പക്ഷേ സൂക്ഷിച്ചിട്ടുള്ളതൊക്കെ വളരെ വില പിടിച്ച, അതായത് നമ്മളെപ്പോലുള്ള ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വില പിടിച്ച പീസസാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ലൂസിയെ പോലുള്ള ഇങ്ങനെ നിവർന്ന് നടന്നിരുന്ന കുരങ്ങുകളിൽ നിന്നാണ് നമ്മുടെ മനുഷ്യരുടെ ഉരുത്തിരിയൽ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് 25-28 ലക്ഷം വർഷം മുമ്പാണ്. കിഴക്കൻ ആഫ്രിക്ക, അതായത് കെനിയ, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ വെച്ചാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേറ്റവും തെളിവ്, മനുഷ്യരുടെ അടുത്തൊരു തെളിവ് കിട്ടിയിട്ടുള്ളത് 27.5 ലക്ഷത്തിന് 28 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് കിട്ടിയിട്ടുള്ളത്. ഒരു താടിയലാണ്. അത് എത്യോപ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് സ്പീഷീസാണ് എന്ന് നമ്മളിപ്പോഴും
തീരുമാനിച്ചിട്ടില്ല. കാരണം നമുക്ക് ആകെ കിട്ടിയതൊരു താടിയല്ലാണ്, അതിൻ്റെ നമ്പർ മാത്രമേ നമുക്കറിയാം. LD 350 എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താ സംഭവം എന്നറിയില്ല. എന്നാൽ 24 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന കിഴക്കേ ആഫ്രിക്കയിൽ നമ്മൾ കണ്ടെത്തിയ ഒരു മനുഷ്യ സ്പീഷീസ് നമ്മളുണ്ട്. പഴയ ഒരു മനുഷ്യ സ്പീഷീസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഹോമോ റുഡൽഫെൻസിസ്. ആ സമയമായപ്പോൾ 24 ലക്ഷമായപ്പോൾ തലച്ചോറ് വർദ്ധിച്ച് 750 cc ആയി. ലൂസിക്ക് 500 ഉണ്ടായിരുന്നുള്ളൂ. 32 ലക്ഷം വർഷം. അപ്പോൾ 8 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ നിവർന്ന് നടക്കുന്ന മനുഷ്യരെ പോലുള്ള ജീവികളിൽ ഈ തലച്ചോറ് 250 ഗ്രാം കൂടി. ഈ നിവർന്ന് നടക്കുന്നത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു, തലച്ചോറ് വലുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. 20 ലക്ഷം വർഷം മുമ്പായപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ മറ്റൊരു മനുഷ്യ സ്പീഷീസിനെ കൂടി നമ്മൾ കാണുകയാണ്. അതാണ് ഹോമോ ഇറക്റ്റസ്. ഇവനാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. കാരണം ടോട്ടൽ പുള്ളി ഉരുവൻ ചെയ്ത കാലം മുതൽ 19 ലക്ഷം വർഷം ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു. ഇവരാണ് പിന്നീട് യൂറോപ്പിലേക്കും പിന്നെ അതുപോലെ ഏഷ്യയിലേക്കും കുടിയേറിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യ സ്പീഷീസ്. ഇവർ കുടിയേറിയ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് പറയുന്നതാണ്. നമുക്കാണ് യൂറോപ്പ്, ആഫ്രിക്ക, അവരുടെ കാലത്ത് ഇതൊന്നുമില്ലല്ലോ. അവർക്ക് ഇങ്ങനെ വെറുതെ കിടക്കല്ലേ. അപ്പോൾ അവരിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർക്ക് ഏത് പ്രദേശവും അവരുടെ ഒരു നാടായിരുന്നു. അപ്പോൾ അതിൽ വടക്കൻ യൂറോപ്പിലെ മഞ്ഞുവീഴ്ച ഉള്ള ഭാഗങ്ങളിൽ എത്തിയ കുറേ ആളുകൾ ഇവോൾവ് ചെയ്തിട്ടാണ് മിക്കതും ഈ നിയാണ്ടർതാൽസ് പോലെയുള്ളതായി തീർന്നിരിക്കുക എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ജീവിക്കും ഒരൊറ്റ സ്പീഷീസ് ആണെങ്കിലും പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ കാലാവസ്ഥയുമായിട്ട് അവർ അഭിമുഖീകരിക്കേണ്ടി വന്നത് വ്യത്യസ്ത കാലാവസ്ഥകളാണ്. അപ്പോൾ അതായത് ഇന്തോനേഷ്യയിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ പോലെയുള്ളൊരു കാലാവസ്ഥയെ കാണുക, ഈ നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ ആയിരിക്കും. പക്ഷേ ഇവർ യൂറോപ്പിൽ ചെല്ലുമ്പോൾ കഠിനമായ തണുപ്പാണ് നമുക്ക് കാണാം. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ഈ വെള്ളക്കാർ എന്നൊക്കെ പറയാം, വെളുത്ത തൊലിയുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാലോ എങ്ങനെയാണ് ഇവർക്ക് ഈ വ്യത്യാസം വന്നത്, അവരെങ്ങനെയാണ് വെള്ളക്കാരായത് എന്നൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് പോയാൽ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് എത്തും. അപ്പോൾ ഹോമോ ഇറക്റ്റസിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഹോമോ നിയാണ്ടർതാലിനെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി, അത് യൂറോപ്പ് ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ അവിടുത്തെ ഒരു ദ്വീപിൽ നമ്മൾ വേറൊരു അത്ഭുതം നമ്മൾ കാണുകയുണ്ടായി എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കടൽ ആഴം കുറഞ്ഞ കാലത്ത് ഈ ദ്വീപിലേക്ക് ഈ മനുഷ്യവംശം നടന്നുപോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആ ദ്വീപിന് ചുറ്റുള്ള കടൽ വീണ്ടും പൊന്തി, പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ നല്ല സൗകര്യമുണ്ട്, നല്ല ഫുഡുണ്ട്. അതുകൊണ്ട് വേട്ടയാടിയും പെറുക്കിയൊക്കെ പെറുക്കിയാണ് പ്രധാനമായിട്ട്. മനുഷ്യർ അധികം വേട്ടയാടിയൊന്നും ജീവിച്ചതായിട്ട് തോന്നുന്നില്ല. അത് പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ്. മനുഷ്യർ വേട്ടയാടിയല്ല ജീവിച്ചിട്ടുള്ളത്. അധികം അവർ ജീവിച്ചിട്ടുള്ള പെറുക്കി തിന്നലായിരുന്നു അവരുടെ ഒരു പ്രധാന ഹോബി. പിന്നെ അവരുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധം നോക്കിയാൽ നമുക്കറിയാം, ഈ മറ്റ് ജീവികൾ തിന്നിട്ട് ഇട്ടുപോയ എല്ലുകളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി മജ്ജ എടുക്കുന്ന ഒരു പരിപാടി, അതിൽ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. അല്ലാണ്ട് ഇവർ വലിയ വേട്ടക്കാരൊന്നും ആയിരുന്നില്ല. വേട്ടയാടാനൊക്കെ പിന്നെ വേട്ടയാടി കഴിഞ്ഞു. അതൊക്കെ ഈ അടുത്ത കാലത്താണ്. നമ്മൾ പറഞ്ഞല്ലോ ഈ മമ്മൂത്തുകളെ പോലെയുള്ള സാധനങ്ങളെയൊക്കെ കൊന്നൊടിക്കുന്നത് നമ്മളാണ്. അത് വലിയ വേട്ടക്കാരായി പിന്നീട് മാറി. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാലത്തൊന്നും അത്ര വലിയ വേട്ടയൊന്നുമില്ല, ജസ്റ്റ് പെറുക്കിത്തിന്നൽ മാത്രമേ ആ കാലത്തുള്ളൂ. പക്ഷേ ഇവരിവിടെ നന്നായി പെറുക്കി തിന്ന് ചെറിയ പക്ഷികളെയൊക്കെ വേട്ടയാടി നടന്ന് നിൽക്കുമ്പോൾ ഈ ദ്വീപ് ഒറ്റപ്പെട്ട വിവരം ഇവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായി പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ ഭക്ഷണമൊക്കെ അവിടുത്തെ തിന്ന് തീർത്തു. അവിടുത്തെ മറ്റേ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ അവർ ഭക്ഷിച്ച് അവസാനിപ്പിച്ചു. പിന്നീട് അവർക്ക് ഭക്ഷണ ലഭ്യത കുറഞ്ഞപ്പോൾ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ആകെ അതിജീവിച്ചത് ഉയരം കുറഞ്ഞ, അവരിലെ തന്നെ ഉയരം കുറഞ്ഞ കുറച്ച് മനുഷ്യരായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നാച്ചുറൽ സെലക്ഷനാണ് പിന്നീട് അവിടെ വർക്ക് ചെയ്തത്. അങ്ങനെ നമ്മളവരെ കണ്ടെടുക്കുമ്പോൾ അവരുടെ ഫോസിൽ കണ്ട് നമ്മൾ അമ്പരന്നു എന്നാണ് പറയുന്നത്. ഒരൊറ്റ മീറ്റർ ഉയരമുള്ള കുള്ളന്മാരായിരുന്നു അവർ. 25 കിലോ മാത്രമാണ് അവർക്ക് തൂക്കം ഉണ്ടായിരുന്നത്. ഈ മനുഷ്യവംശത്തെ ഹോമോ ഫ്ലോറൻസിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സിനിമകളിൽ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടോ? ഈ സിനിമക്കാരെന്ന് പറയുന്നത്
നമ്മുടെ മലയാള സിനിമക്കാരെ പോലെ അല്ലല്ലോ അവർ ഭയങ്കരമായിട്ട് സയൻസ് സപ്പോർട്ടോട് കൂടിയിട്ട് സിനിമ പിടിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ വേൾഡ് സിനിമക്കാർ ഹോളിവുഡ് അവർ നമ്മൾ ഈ ലോർഡ് ഓഫ് ദ റിങ്സ് പോലുള്ള സിനിമകളിൽ ഹോബിറ്റ് എന്ന സിനിമകളിലൊക്കെ ഇവരെ കാണാം. കാരണം ഇവർ ഇതുപോലെയുള്ള സയൻസിൻ്റെ വിജ്ഞാനം വരുമ്പോൾ അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് അവർ വേറെ ഭാവനയിൽ കണ്ടുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുക. അങ്ങനെയാണ് ഈ ലോർഡ് ഓഫ് ദി റിങ്സിലൊക്കെയുള്ള പ്രധാന കക്ഷി ഒരു കുള്ളനാണ്. ഭയങ്കര രസകരമായ സിനിമയാണത്. ഇവർ ആനകളെ പോലും ഈ ഒരു ഇത് വെച്ചിട്ട് വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതാ പറയുന്നത്. അപ്പോൾ ആനകളുടെ അവിടുത്തെ ഫോസിൽ നമ്മൾ തപ്പിയപ്പോൾ ഈ ആനകളും കുള്ളന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം കുള്ളന്മാരുടെ ഒരു വരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയത് ഈ സൈബീരിയയിലെ ഡെനിസവ ഗുഹയിൽ നിന്നും കിട്ടിയ ഫോസിലാണ്. 13,000 കൊല്ലം മുമ്പാണ് നമുക്ക് ഈ ഫോസിൽ കിട്ടിയത്. അപ്പോൾ ആ അസ്ഥിയൊക്കെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ ഇതുവരെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള നമ്മളല്ലെങ്കിൽ വേർതിരിച്ചെടുത്തിട്ടുള്ള ഒരു ജീവജാതിയല്ല, വേറൊരു മനുഷ്യജാതിയാണ് എന്ന് കൃത്യമായി മനസ്സിലായി. അങ്ങനെ അതാണ് ഇപ്പോൾ നമ്മൾ അവസാനം കണ്ടെടുത്തിട്ടുള്ള മനുഷ്യജാതി. അപ്പോൾ ഹരാരി പ്രത്യാശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് ഈ അധ്യായം ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മളറിയാത്ത വംശനാശം വന്ന ഏതൊക്കെ തരം മനുഷ്യർ, ഇപ്പം നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഇററ്റക്സ് പറഞ്ഞു, നിയാണ്ടർത്താൽ പറഞ്ഞു, ഫ്ലോറൻസിസ് പറഞ്ഞു, നമ്മൾ ഒരുപാട് പറഞ്ഞു. പക്ഷേ ഇനിയും നമ്മൾ കണ്ടെടുക്കാത്ത നമ്മളുടെ സഹോദരന്മാർ ശാസ്ത്രജ്ഞരെ കാത്ത് എവിടെയൊക്കെയോ കിടപ്പുണ്ടാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് ഹരാരി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഈ ടോക്ക് ക്ലോസ് ചെയ്തു അപ്പം തന്നെ.